നിയമപ്രേക്ഷകരെ കേൾക്കുന്നില്ലേ? തീരദേശത്തു നിന്നുള്ള നെഞ്ചു പൊട്ടുന്ന ഈ നിലവിളികൾ. പറഞ്ഞാ മതിയാ, വാ കൊണ്ട് പറഞ്ഞാ മതിയാ, നടക്കണ്ടേ, കടലിറങ്ങി നോക്കണ്ടേ, വാ കൊണ്ട് പറഞ്ഞാ മതിയാ, എല്ലാം തീർന്ന. അവരെ തിരക്കണം, അവരെല്ലാ എല്ലാ സംവിധാനങ്ങളും എടുത്ത് എല്ലാം തിരക്കണം. തിരക്കി എന്റെ സീൻചേട്ടനെ കണ്ടെത്താൻ വേണ്ടി അവരെന്നെ തിരക്കണം. ഞാൻ പുഴയിൽ പോയിട്ടാണ് വന്നത്. എന്റെ സീൻചേട്ടൻ അവിടെ കിടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടാണ് വന്നത്. അവിടെ തെരച്ചിലൊന്നും നടക്കുന്നില്ല. ആ മന്ത്രി തരുന്ന ഉറപ്പിൽ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും അതിശക്തമായിട്ട് ഇടവക ജനങ്ങളെ മുഴുവനും ഇവിടെ എത്തിക്കുന്ന പറഞ്ഞാ പോരല്ലോ, നടക്കണ്ടേ. 8 ദിവസമായല്ലോ എന്തോ പറഞ്ഞാ മതിയാ, വാ കൊണ്ട് പറഞ്ഞാ മതിയാ, നടക്കണ്ടേ, കടലിറങ്ങി നോക്കണ്ടേ, വാ കൊണ്ട് പറഞ്ഞാ മതിയാ, എല്ലാം തീർന്ന. അവരെ തിരക്കണം, അവരെല്ലാ എല്ലാ സംവിധാനങ്ങളും എടുത്ത് എല്ലാം തിരക്കണം. തിരക്കി എന്റെ സീൻചേട്ടനെ കണ്ടെത്താൻ വേണ്ടി അവരെന്നെ തിരക്കണം. ഞാൻ പുഴയിൽ പോയിട്ടാണ് വന്നത്. എന്റെ സീൻചേട്ടൻ അവിടെ കിടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടാണ് വന്നത്. അവിടെ തെരച്ചിലൊന്നും നടക്കുന്നില്ല. ഇന്ന് ഈ നിമിഷത്തിൽ പെരുമഴ പെയ്യുകയാണെന്നേ. അപ്പോഴും നെഞ്ചത്തടിച്ച് നിലവിളിച്ച പാവപ്പെട്ട അമ്മമാരുടെയും കൈക്കുഞ്ഞുങ്ങളുടെയും ഒക്കെ കണ്ണീരുണ്ടോ? അതിൽ കുതിർന്നു നിൽക്കുകയാണ് ഇപ്പോഴും കേരളത്തിന്റെ തീരദേശങ്ങളൊക്കെ. കടലിൽ പോയ ഭർത്താവ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്. അവർക്ക് കിട്ടുന്നത് മരണവാർത്ത. അതല്ലെങ്കിൽ കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ അഴുകിത്തീരുന്ന കുറെ ശരീരങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ്. അച്ഛനും ഭർത്താവും മകനുമൊക്കെ ഇങ്ങേ കടലിൽ പൊലിഞ്ഞുപോയ കുടുംബങ്ങളൊക്കെ നീതി തേടി സ്വന്തം പ്രിയപ്പെട്ടവരുടെ മൃതദേഹമെങ്കിലും വീണ്ടെടുക്കാൻ വേണ്ടി തെരുവിൽ അലമുറയിട്ട് കരയുന്നതാണ് ഇന്ന് കേരളം കണ്ടത്. അപ്പോഴും സർക്കാരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന അഹങ്കാരവും പരിഹാസവും നിറഞ്ഞ വാക്കുകൾ കൂടി ഈ നാട് കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു കാര്യം കൃത്യമായി പറയാം, അധ്വാനിക്കുന്ന വിരലുകൾ കൊണ്ട് കേരളത്തിന്റെ ഖജനാവിലേക്ക് ഇത്ര കാലം കോടികളുടെ വിദേശ നാണ്യം എത്തിക്കുന്ന മനുഷ്യരെയാണ് നിങ്ങൾ ഈ പ്രതിഷേധമുണ്ടാക്കാൻ വരുന്നവരെന്നും വികസനം തടയുന്നവരെന്നും ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനും അദ്ദേഹത്തിന്റെ സർക്കാരിനും ഈ അവസരത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താതെ വയ്യ. ഈ അധികാരമുണ്ടല്ലോ തീരദേശത്തെ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിന് മുകളിലല്ലെന്നേ പണിതുയർത്തിയിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട് 5-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കടലിലങ്ങ് കാണാതായി പോയ മനുഷ്യരെ കണ്ടെത്താൻ അത്യാധുനിക സംവിധാനങ്ങളോടെ തെരച്ചിൽ നടത്താൻ കഴിയാത്തൊരു സംവിധാനം. ജനങ്ങളുടെ അമർഷത്തെയും കണ്ണീരിനെയും ഒക്കെ തിരിച്ച് ഇങ്ങോട്ട് അധിക്ഷേപിക്കുമ്പോഴുണ്ടല്ലോ അവിടെ മരിക്കുന്നത് ജനാധിപത്യത്തിന്റെ അവസാന മര്യാദ കൂടിയാണെന്നേ. തിരുവനന്തപുരം മുതലപ്പൊഴി തൊട്ട് കൊല്ലം നീണ്ടകര വരെ, വിഴിഞ്ഞം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ ഇന്ന് നോക്കണം പുകയുന്നത് ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള അടങ്ങാത്ത രോഷമാണ്. ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ വയ്യ. സ്വന്തം പ്രിയപ്പെട്ടവൻ കടലിൽ വീണു പോയപ്പോൾ അവൻ ജീവനോടെ ഉണ്ടോ അതോ ജീവൻ അറ്റുപോയോ എന്നറിയാൻ വേണ്ടി മാത്രം പെരുമഴയത്ത് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ 3.5 വയസ്സുള്ള കുഞ്ഞുമായി കുത്തിയിരിക്കേണ്ടി വന്ന തിജി എന്നൊരു പെണ്ണുണ്ട്. അവരുടെ അമർഷത്തെ എങ്ങനെയാണ് സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയായി ചിത്രീകരിക്കാൻ? അതിന് എത്രത്തോളം ക്രൂരത വേണമെന്ന് ആലോചിച്ചു നോക്കും. എന്താണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു സംസ്ഥാനം കാണുന്നത്? സിസ്റ്റത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ഒരു പരാജയമാണ്. ഈ കാണാതായവരൊക്കെ കണ്ടെത്താൻ ഒരു ഹെലികോപ്റ്ററോ ഒരു ഡ്രോണോ ഒരു സാറ്റലൈറ്റ് സംവിധാനമോ ഇറക്കാൻ തയ്യാറാകാതിരുന്ന സർക്കാർ. 3 ജീവനുകൾ പൊലിഞ്ഞ കുടുംബത്തിലെ ഒരമ്മ സ്റ്റേഷന് മുന്നിൽ വന്ന് ആക്രോശിച്ചപ്പോൾ അങ്ങ് ഉണർന്നുപോയി. അതെന്തുകൊണ്ടായിരിക്കും? ഇതൊന്നും അപകടങ്ങളല്ലെന്നേ, ഭരണകൂടം വരുത്തിവെക്കുന്ന ആസൂത്രിത കൊലപാതകങ്ങളാണ്. പറയാതെ വയ്യ. ഭരണമാറ്റം വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറുമെന്ന് കരുതിപ്പോയ ഒരു തീരദേശ ജനതയുണ്ട്. അവരുടെ മുന്നിലേക്ക് മാറാത്ത അഹങ്കാരവും അതേ അവഗണനയും എറിഞ്ഞു കൊടുക്കുന്ന ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഈ അരമണിക്കൂർ. സ്വാഗതം. ആരുണ്ട് ഇവിടെ? ചോദിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കണം. കേരളത്തിലെ
ഈ തീരദേശം നേരിടുന്ന ദുരന്തമുണ്ടല്ലോ, അതിന്റെ ആ ആഴം കൃത്യമായി മനസ്സിലാകും. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ എന്താണ് നടന്നത്? തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലായ ഷിജിനെ കാണാതാകും. കടലിൽ അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട ചിലരുണ്ട്, മറൈൻ പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ. അവരെന്താ പറഞ്ഞതെന്നറിയോ? സജ്ജീകരണങ്ങൾ ഇല്ല എന്ന കാരണം പറഞ്ഞ് അങ്ങ് കൈമലർത്തി. മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളോ സ്കൂബ ഡ്രൈവർമാരോ ആ കടലിലേക്കൊന്നും ഇറങ്ങി പോലുമില്ല. ഒടുവിൽ ഷിജിന്റെ സുഹൃത്തുക്കൾ വന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സ്വന്തം ജീവൻ പണയം വെച്ച് ഉൾക്കടലിലേക്ക് തിരിക്കേണ്ടി വന്നു. ഈ ഭർത്താവിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ വന്നാൽ 3.5 വയസ്സുള്ള കുഞ്ഞുമായി ഭാര്യ എന്ത് ചെയ്യണം? അങ്ങനെ ഷിജിന്റെ ഭാര്യ സ്റ്റിജി കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പെരുമഴയത്ത് വന്ന് കുത്തിയിരിപ്പ് സമരം ആരംഭിക്കേണ്ടി വന്നു. അതും അങ്ങ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണെന്നേ ഒരു സിസ്റ്റം. ഒരു പെണ്ണും കുഞ്ഞും നടു റോഡിൽ ഇങ്ങനെ കരയുമ്പോഴും ഉദ്യോഗസ്ഥരും സർക്കാരും എന്താണ് കാട്ടിയത് നോക്കൂ. തികഞ്ഞ നിർദ്ദയത്വം. ഇതിനെല്ലാം പിന്നാലെ കൊല്ലം നീണ്ടകരയിൽ നിന്ന് വരുന്നു അടുത്ത ദുരന്ത വാർത്ത. വള്ളം മറിഞ്ഞ ഒരു കുടുംബത്തിലെ 2 പുരുഷന്മാരുടെ മൃതദേഹങ്ങളാണ് കരക്കിടിഞ്ഞത്. 26-കാരനായ മകൻ ഗൗതം കൃഷ്ണയെ മാത്രം കാണാതായി. ഭർത്താവിന്റെയും ഭർത്തൃപിതാവിന്റെയും ഒക്കെ മൃതദേഹം സംസ്കരിച്ചതിന് തൊട്ട് പിന്നാലെ ഒരു അമ്മയുടെ സ്ഥിതി ആലോചിക്കൂ. അമ്മ രേഷ്മ നീണ്ടകര പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വന്ന് നടു റോഡിൽ നിലവിളിച്ചു. ആ അമ്മയുടെ അമർഷവും റോഡിലെ പ്രതിഷേധവും ആളിക്കത്തിയപ്പോൾ മാത്രമാണ് കളക്ടറും പോലീസും കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകളും ഷിപ്പും ഒക്കെ കടലിലേക്ക് അയക്കാൻ തയ്യാറായത്. എങ്ങനെയാണെന്നേ ഇത് ചോദിക്കാതെ വയ്യെന്നേ. ഒരമ്മയോ ഭാര്യയോ തെരുവിൽ വന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചാൽ മാത്രം ഉണരുന്നതാണോ ഒരു സംസ്ഥാനത്തിന്റെ തെരച്ചിൽ സംവിധാനം? അപകടം നടന്ന് ആദ്യത്തെ 3 മണിക്കൂറുകൾക്കുള്ളിൽ കിട്ടേണ്ട അത്യാധുനിക തിരച്ചിൽ സംവിധാനങ്ങൾ 8 ദിവസം, അത് ഒരാഴ്ച പോലുമല്ല, 8 ദിവസം വൈകിപ്പിക്കുന്നത് എന്ത് ന്യായീകരണത്തിന്റെ പേരിലാണെന്നേ. വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മകള് ജിജി ഉയർത്തിക്കൊണ്ടേയിരുന്ന ചോദ്യം ഈ നാട്ടുകാർ മുഴുവൻ കേട്ടതാണ്. ഒരേപോലെയാണ്. കാണാതായി ദിവസങ്ങൾ കഴിഞ്ഞു, വിവാദം അങ്ങാളിക്കത്തി. തീരദേശം ഒന്നടങ്കം വിമർശനം ഉന്നയിച്ചപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അല്പം മുൻപ് ഈ പറഞ്ഞ വാക്കൊക്കെ തിരുത്തി ആ കുടുംബത്തെ ഒന്ന് വിളിക്കാൻ തോന്നിയത്. തെരച്ചിൽ ഊർജിതമാക്കുമെന്ന് ജോണിന്റെ മകൾ ജിജിക്ക് വാക്ക് നൽകാൻ തോന്നിയത് ഈ സൈബർ ആക്രമണങ്ങളെല്ലാം നടന്ന ശേഷമാണ്. അതുവരെ എന്താണ് നടന്നത്? വകുപ്പ് മന്ത്രിയോ ഭരണകൂട പ്രതിനിധികളോ ആ കുടുംബത്തെ വിളിച്ച് ഒരാശ്വാസ വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ബോട്ടിന്റെ എഞ്ചിൻ തകരാറുകൾ പറഞ്ഞ് ഈ തിരച്ചിലൊക്കെ അങ്ങ് വൈകിപ്പിച്ചു പോകുകയായിരുന്നില്ലേ? ഇതോടെ തീരണം. ഇനി ഒരു ജീവൻ കടലിൽ പൊഴിയാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ട് വോയിസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ അറിയണം. ചോദ്യം ചെയ്യുന്നവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയോ അവരെ പൊളിറ്റിക്കലൈസ് ചെയ്ത് അവരെ മാർജിനലൈസ് ചെയ്യുകയല്ല നിങ്ങൾ വേണ്ടത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ് വേണ്ടത്. അതുപോലും പറ്റിയില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വരുമ്പോഴേ ഇതിന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വിവരമില്ലാത്തവരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. ആ കടൽ തീരത്ത് പോയാൽ അങ്ങനെ സംഭവിക്കും, അതറിയാമല്ലോ. പോയ മുഖ്യമന്ത്രി പോയപ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെയും വിദ്യാഭ്യാസമുള്ളവരുണ്ട് സാർ. നിങ്ങൾ കുറേ റിസർവേഷനും കാര്യങ്ങളൊക്കെ ISROയിൽ പറയുന്നുണ്ടല്ലോ. എത്ര മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് ISROയിൽ ഇന്ന് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് അതിനുള്ള കണക്ക് പറയാൻ പറ്റുമോ? എത്ര വ്യക്തതയോടെയാണെന്ന് നോക്കൂ ജിജി അത് പറയുന്നത്. അപ്പോഴും കണ്ണു തുറക്കുമോ സർക്കാർ? തീരദേശത്തെ മനുഷ്യരുടെ ജീവനുകൾക്ക് ഈ സർക്കാരുകളുടെ കണ്ണിൽ എത്രയാണ് വില? പ്രകൃതി ദുരന്തങ്ങളോ പ്രളയമോ ഒക്കെ വരുമ്പോൾ സ്വന്തം വള്ളങ്ങളുമായി വന്ന് ഈ നാടിനെ രക്ഷിക്കാൻ ഇറങ്ങിയ അതേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടപ്പോൾ കടലിൽ തള്ളിയിട്ടാണ് ഭരണകൂടം കൈ കഴുകുന്നത്. അതാണ് ഷിജിന്റെ കുടുംബത്തിനും പറയാനുള്ളത്. കേട്ടേ പറ്റൂ. ഇപ്പൊ തന്നെ സ്കൂബ ഡൈവേഴ്സിന് തന്നെ ഞങ്ങളുടെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരും അവരുടെ കൂട്ടുകാരന്മാരൊക്കെയാണ് വന്നത്. അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആരും വന്നില്ല. ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭർത്താവ് തിരിച്ചു വരുമെന്ന്. അതിന് എനിക്ക് തിരക്കി തന്നാലല്ലേ പറ്റുള്ളൂ. എൻ്റെ മക്കൾ ചോദിക്കുന്നു, അതിനുള്ള മറുപടി ഞാൻ എന്തോന്ന് പറയാം? കൊച്ചിലെനിക്ക് വരണം, ഞാൻ വളർത്തിയതാണ്. അപ്പം കൊല്ലം ഞാൻ വളർത്തിയ ഒരാൾ എനിക്ക് കൊണ്ടുപോകാൻ എൻ്റെ കൊച്ചിലെ നിങ്ങളെ രണ്ടുപേരും കാപ്പിച്ചത് കളയാനുള്ള അവരാണപ്പോ വേറെ ആരില്ലേ? പറഞ്ഞാ പോരല്ലോ, നടക്കണ്ടേ? 8 ദിവസമായല്ലോ, എന്തോ നടന്ന് പറഞ്ഞാ മതിയാ? വാ കൊണ്ട് പറഞ്ഞാ മതിയാ? നടക്കണ്ടേ? കടലിറങ്ങി നോക്കണ്ടേ? പാ കൊണ്ട് പറഞ്ഞാ മതിയാ? എല്ലാം തീർന്നാ?
അവര് തിരക്കണം. അവരെല്ലാ എല്ലാ സംവിധാനങ്ങളും എടുത്ത് എല്ലാം തിരക്കണം. തിരക്കി എന്റെ സീൻചാട്ടനെ കണ്ടെത്താൻ വേണ്ടി അവരെന്ന് തിരക്കണം. ഞാൻ പുഴയിൽ പോയിട്ടാണ് വന്നത്. എന്റെ സീൻചാട്ടൻ അവിടെ കിടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടാണ് വന്നത്. അവിടെ തെരച്ചിലൊന്നും നടക്കുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെഞ്ച് പൊട്ടുന്നില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ? ഇനിയുണ്ട് ചിലത് കേൾക്കാൻ. സർക്കാരുകളുടെ യഥാർത്ഥ വഞ്ചനയുടെ, അഹങ്കാരത്തിന്റെ ഒക്കെ കണക്കുകളുണ്ട്. കേരളത്തിന്റെ 590 കിലോമീറ്റർ വരുന്ന തീരദേശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കണക്കുകൾ സഹിതം അറിയണം നമ്മളൊക്കെ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുണ്ട് കേരളത്തിൽ കടലിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത് 775-ലധികം മത്സ്യത്തൊഴിലാളികൾ. ഇതിൽ 160-ലേറെ മനുഷ്യർ എവിടെ പോയി? ഇന്നും കാണാനില്ല. അവരുടെ കുടുംബങ്ങളൊക്കെ അങ്ങ് കടലിലേക്ക് നോക്കി കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച പുലിമുട്ട് കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 70-ലധികം മത്സ്യത്തൊഴിലാളികളാണ് വള്ളം മറിഞ്ഞ് കൊല്ലപ്പെട്ടത്. എത്രയോ പഠനങ്ങൾ വന്നു, CWPRS റിപ്പോർട്ട് വന്നു. പക്ഷേ എവിടെയെങ്കിലും കൃത്യമായ ഡ്രഡ്ജിംഗ് നടത്താനോ പുലിമുട്ടിന്റെ ഘടന മാറ്റാനോ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഈ കേരളത്തിന്റെ ഖജനാവിലേക്ക് പ്രതിവർഷം 75,000 കോടിയോളം വിദേശ നാണ്യം നേടിത്തന്ന മേഖലയാണ് മത്സ്യബന്ധനം. ഈ നാടിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ജനതയ്ക്കാണ് അടിസ്ഥാന സുരക്ഷ പോലും കിട്ടാതെയാകുന്നത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തീരദേശത്തേക്ക് ഓടിയെത്തി മുതലക്കണ്ണീരൊഴുക്കിയ VD സതീശൻ ഭരണത്തിലെത്തിയപ്പോൾ എന്താണ് ചെയ്യുന്നത്? തീരദേശവാസികൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും കാണാതായ സ്വന്തം മക്കൾക്ക് വേണ്ടിയും തെരുവിലിറങ്ങി നെഞ്ചു പൊട്ടി സമരം ചെയ്യുമ്പോൾ അതിനെ വികസന വിരുദ്ധ സമരമാണെന്നും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും ഒക്കെ അങ്ങ് ചിത്രീകരിക്കുന്ന തികഞ്ഞ ഭരണകൂട അഹങ്കാരമുണ്ട്. ഇതുമാത്രമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്താണ് സ്ഥിതി? പ്രകടന പത്രികകളിലൊക്കെ അങ്ങ് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണെന്നേ. തീരദേശ വികസനം, ആധുനിക ഉപഗ്രഹ രക്ഷാപ്രവർത്തനം, തീര സംരക്ഷണം, മനോഹരമായിട്ടുള്ള വാചകങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് വോട്ടങ്ങെടുക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞാലുണ്ടല്ലോ, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള 30 തൊട്ട് ഉള്ള തീരദേശ മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഈ സർക്കാരിനും ഭരണാധികാരികൾക്കും ആവശ്യമില്ലാത്തവരാകും. ഇനിയുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള തൊഴിൽ ചെയ്യുന്നത് ആരാണ്? മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് നൽകേണ്ട മിനിമം സുരക്ഷാ പാക്കേജുകൾ പോലും ഈ നാട്ടിൽ നടപ്പിലാകുന്നേയില്ല എന്നതാണ് സത്യം. കടൽക്ഷോഭം ഒരു വശത്ത്, തീരശോഷണം മറ്റൊരു വശത്ത്. അങ്ങനെ തകരുന്നത് ആയിരക്കണക്കിന് വീടുകൾ. ഇവർക്കായിട്ട് ഒരു പുനർഗേഹം പദ്ധതി പ്രഖ്യാപിച്ചു. എവിടെ? അത് പൂർണ്ണമായി അങ്ങ് പരാജയപ്പെട്ടു. കടലിൽ നിന്ന് കിലോമീറ്ററുകൾ അകലേക്ക് പാവപ്പെട്ടവരെ തുരത്തിക്കൊണ്ടുപോയി അവരുടെ ജീവനോപാധി തകർത്തുകൊണ്ട് പ്രസംഗിക്കുകയാണ് സർക്കാരുകൾ വികസനമാണ് ഈ നടപ്പാക്കുന്നതെന്ന്. ഇനി ഈ തീരദേശത്ത് നമ്മൾ കേട്ടു, ഈ പെരുമഴയെ തീർന്ന് സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളുണ്ട്. ദാരുണമാണെന്നേ ഇവരുടെയൊക്കെ അവസ്ഥ. വെയിലത്തും മഴയത്തും വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് കുടിവെള്ളമുണ്ടോ? പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ടോ? ഇതൊക്കെ നൽകാൻ ഇതുവരെയുള്ള സർക്കാരുകൾക്കോ ഇപ്പോഴത്തെ സർക്കാരിനോ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാലോ സമരം ചെയ്യാൻ തെരുവിലിറങ്ങിയാൽ അവരുടെ നേരെ പോലീസിനെ അഴിച്ചുവിടാനും അഹങ്കാരത്തോടെ സംസാരിക്കാനും ഒരു മിനിറ്റ് പോലും വൈകുകയേയില്ല. അദ്ദേഹം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ബാക്കി മുഖ്യമന്ത്രിയിൽ നിന്നുള്ള പ്രതികരണവും വളരെ വേദനാജനകമായിരുന്നു. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇവിടെ നടക്കുകയാണ്, ഒരാൾ അപകടത്തിൽപ്പെട്ടു. 8 ദിവസം കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ സിസ്റ്റം ഇതിനെ കാര്യക്ഷമമാക്കേണ്ടത്? ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും അല്ലെങ്കിൽ യാതൊരു ഫോൺ കോളുകളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. എനിക്കൊരു സഹോദരനുണ്ട്, അവനെ കോണ്ടാക്ട് ചെയ്തത് ADയും DDയുമാണ് ഫിഷറീസിൻ്റെ. ഫിഷറീസ് വകുപ്പിനൊരു മന്ത്രിയുണ്ടോ എന്ന തീരദേശവാസികൾക്ക് ചോദിക്കേണ്ടി വന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കേട്ടിട്ടുണ്ടോ ഈ നാടിതിനു മുൻപ്? ഇനി ഇവരുടെ കുടുംബങ്ങൾ മാത്രമല്ല, ലത്തീൻ കത്തോലിക്ക സഭയും മത്സ്യത്തൊഴിലാളി ഐക്യവേദിയും ഒക്കെ ഇങ്ങനെ സർക്കാരിന്റെ ക്രൂരമായ അനസ്ഥയെക്കുറിച്ച് പറയുന്നത് ചെറിയ രോഷത്തിലല്ല. ലത്തീൻ സഭയുടെ തിരുവനന്തപുരം വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര തുറന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. VD സതീശൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുണ്ടല്ലോ, അതിന് കൊടുക്കുന്ന മുഖമടച്ചുള്ള അടിയാണെന്നേ പറയുന്നു. ഈ പറഞ്ഞിരിക്കുന്ന അപകടം ഉണ്ടായ സന്ദർഭത്തിൽ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ചെറിയ സംവിധാനങ്ങളുണ്ടായിരുന്നെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികളെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഭരണ സംവിധാനത്തിൽ വേണ്ടത്ര ഈ പ്രാപ്തരായ, കടലറിയുന്ന, കടലിൻ്റെ ഗതി അറിയുന്ന, കടലിൻ്റെ നീക്കങ്ങൾ അറിയുന്ന ആളുകളില്ല. വഴിവിട്ട പ്രതികരണങ്ങളും
അത് ഈ ആളുകളെ അവരുടെ ഈ മനസാക്ഷിയെ വെറും വികാരമല്ല, അവരുടെ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. അത്തരം പ്രതികരണങ്ങളിൽ മേലിൽ മത്സ്യത്തൊഴിലാളികൾ അനുവദിക്കുന്നില്ല. കടലിന്റെ മാലാഖമാർ എന്ന് വിളിച്ചത് കൊണ്ട് കാര്യമായോ? ഈ നാട് എന്താണ് ഇതുവരെ തീരദേശത്തോട് കാണിച്ചത്? 2018 ഓഖി ദുരന്തമുണ്ടായപ്പോൾ ഈ സിസ്റ്റം എത്രത്തോളം പരാജയപ്പെട്ടു? അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുന്നോട്ട് പോയിട്ടില്ല എന്ന് ലത്തീൻ സഭ തുറന്നടിക്കുമ്പോൾ ഈ നാട്ടിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളൊക്കെ അങ്ങുറക്കത്തിലായിപ്പോ എന്ന് പറയാതെ എന്ത് ചെയ്യും? കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ ഫിഷറീസ് മന്ത്രിയെ നേരിട്ട് കണ്ട് മുതലപ്പൊഴിയിലെ സുരക്ഷ ഉറപ്പാക്കാനും ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും അടിയന്തര നടപടി വേണമെന്നൊക്കെ സഭ ആവശ്യപ്പെട്ടു. അപകടമുണ്ടാകുന്ന മേഖലകളിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ലൈറ്റിംഗ് സൗകര്യം പോലും ഒരുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടേയില്ല. കൃത്യമായ മുന്നറിയിപ്പില്ല. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാൻ ഒരു സ്പെഷ്യൽ റെസ്ക്യൂ സ്ക്വാഡ് ഇല്ല. ജീവനുകൾ ഇത്തരത്തിൽ പൊലിയുമ്പോൾ ഇനി കാരണം തേടി എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഈ മരണപ്പെട്ടവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഇനിയും തിരിച്ചു വരാത്ത മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിലെത്തി അവരുടെ വേദനയിൽ പങ്കാളിയാകാനോ കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹം മറ്റു പല പരിപാടികളിലാണ് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഏറെ അപലനീയമായിട്ടുള്ളതാണ്. ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റ് എടുക്കുന്ന വളരെ ക്രൂരമായ സമീപനം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ മത്സരിച്ച് ആക്ഷേപിക്കുക. പെരുമഴയത്ത് ആർത്തലച്ചു കരയുന്ന സ്ത്രീകളുടെ കണ്ണുനീര് മുന്നിൽ ഇനി ധാർമ്മികത എന്നുള്ളൊരു വാക്കൊന്നും വേറെ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും പറയാതെ വയ്യ, ഈ ഉണ്ടാകുന്നതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ധാർമ്മിക പരാജയം കൂടിയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ നൽകി കടലിൽ പോകരുതെന്ന് വിലക്കുമ്പോൾ പട്ടിണിയിലായി പോകുന്ന ആ കുടുംബങ്ങൾക്ക് ഒരു മിനിമം വേതനം ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് ഭരണകൂടം തയ്യാറാകാത്തത്? വിശപ്പടക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്? ഈ ജീവൻ പണയം വെച്ച് ഉൾക്കടലിലേക്ക് പോകേണ്ടി വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു നാട് ഭരിക്കുന്ന സർക്കാരിന് എങ്ങനെയാണ് ഒളിച്ചോടാനാകുക? ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടെന്ന് കളക്ടർ നമ്മളോട് പറയുകയാണ്. അവർ പറയുന്ന സംവിധാനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ? പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആരെയും കണ്ടുപിടിക്കാനാകുന്നില്ലല്ലോ. അതിന് കാരണം അവർ പറയുന്ന കാരണം ലൈഫ് റിസ്ക് എടുക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം പ്രോപ്പർ അല്ല, ആക്യുറേറ്റ് അല്ല. അത് അവർ തന്നെ പറയുന്നു. വെതർ അനുകൂലമല്ലെങ്കിൽ അവർക്ക് അവരെ ഓഫീസേഴ്സിനെ ഇറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇത് ഒരു ജീവനാണെങ്കിൽ പോലും നമ്മൾ അതിനുള്ള പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യം നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെ ഏൽപ്പിക്കുക. അവരതിന് റെഡിയാണ്, വില്ലിംഗ് ആണ്. അപകടം നടന്ന് 6 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നു. ആ വെള്ളത്തിൽ കിടക്കുന്നുള്ള ആ മാനസികാവസ്ഥ നമുക്ക് എത്രത്തോളമാണ് നമുക്ക് അറിയാൻ പറ്റും. ഇത് വിഴിഞ്ഞത്തെ കഥ മാത്രമല്ല. 2 ആഴ്ച മുമ്പ് പുതുവൈപ്പിനിൽ 2 ജീവൻ പൊലിഞ്ഞപ്പോഴും ഇതേ മന്ദഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണെന്നേ നടന്നത്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സഹായമൊക്കെ വല്ലപ്പോഴും കിട്ടുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം ഹെലികോപ്റ്ററുകൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നില്ല? ഭരണാധികാരികളുടെ സുഖസഞ്ചാരത്തിന് അങ്ങ് കോടികൾ പൊടിച്ച ഹെലികോപ്റ്ററുകളൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സർക്കാരിന് സ്വന്തം നാട്ടുകാരാണെന്നേ കടലിൽ മുങ്ങിത്താഴുമ്പോൾ ഈ ഹെലികോപ്റ്റർ പോലും തെരച്ചിലിനായി വിട്ടു നൽകാൻ മനസ്സില്ല എന്ന് പറയുന്നുണ്ടല്ലോ. തികഞ്ഞ ജനദ്രോഹമാണ്. സഭയും ജനങ്ങളും പ്രതിഷേധവും ഒക്കെയായി തെരുവിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നത് ഭരണകൂടം തീരദേശത്തോട് കാണിക്കുന്ന അതിക്രൂരമായിട്ടുള്ള അവഗണനയുണ്ടല്ലോ, അതൊന്നുകൊണ്ട് മാത്രമാണ്. പറയാതെ പറ്റില്ല. ജനം ചോദിച്ചു പോകും, ഞങ്ങളെന്താ മനുഷ്യരല്ലേ, ഞങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന് തീരദേശം ചോദിച്ചു പോകും. അവർക്ക് ചോദിക്കാനുള്ളത്, പറയാനുള്ളത് കേട്ടേ മതിയാകും. സർക്കാർക്ക് ഒന്നും തരണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളും അവരും നമ്മളെ നല്ല രീതിയിൽ കാണുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാറ്റും കടലും കാര്യമൊക്കെ ആയിട്ട് പണിയൊന്നുമില്ല. ആ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. ഇപ്പോഴത്തെ സർക്കാർ തന്നെ കംപ്ലൈൻറ്റ്. സംഭവം ഇവിടെ കിടക്കുന്ന പോസ്റ്റുകാരൊന്നും ശരിയല്ല. ഈ പോസ്റ്റുകാരൻ്റെ അടുത്ത് തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ പോയി പറഞ്ഞിട്ട് പോലും അവർ പറയുന്നത് നിങ്ങളെന്തിനും ഈ കാറ്റത്ത് കിടന്നത്. അപ്പം നേരത്തെ തൊട്ട് ഇവർക്ക് പറയാറുന്നല്ലേ ഇന്നാണ് കാറ്റുണ്ട്, കടലുണ്ട്,
എന്നൊക്കെ പറയാനൊന്നുമില്ല. ഇവർ പണിക്ക് പോയി ഞങ്ങൾ പോയാൽ കുറവാണ് ഇവർ വന്നിട്ട് കാര്യം പറയണത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ വന്ന് പറയണത്? അത് നമുക്ക് അവഗണന മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ യാതൊരു ഇതുമില്ല. എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റ് ഗാർഡിനെ ഇവിടെ ഇറക്കിയിടുന്നത് പോലുമില്ല. ഈ സമയമൊക്കെ ഒരുപാട് കോസ്റ്റ് ഗാർഡിനെയൊക്കെ ഇറക്കിയിടേണ്ടതാണ്. കാരണം ആളുകൾക്ക് എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും സൂചനകളോ കാര്യങ്ങളോ കാറ്റോ മഴയോ അങ്ങനെ കടൽ ഇതൊക്കെ വരുമ്പോൾ അവർ മുൻകൂട്ടി ഇൻഫർമേഷനൊക്കെ കൊടുക്കേണ്ടത്. അതൊരു ഇൻഫർമേഷൻ വരെ കൊടുക്കുന്നില്ല. ഇതെന്താണ് ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഇതിനെക്കുറിച്ച് ഈ സർക്കാർ എന്തോരാണ് ഞങ്ങൾക്ക് തീരുമാനം? ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി അവർ ഒരു തീരുമാനം എടുക്കുന്നില്ല. എടുക്കണ്ടേ അവർ? ഞങ്ങൾക്ക് നമ്മൾ അവിടെ ഒരു ഹാർബർ വെട്ടി തരുന്നത് അത് പൂർത്തിയാക്കി തരുന്നില്ല. നമുക്ക് കടലുണ്ടാകുന്ന നമ്മളെ ജീവിതങ്ങൾ. ഞങ്ങൾക്ക് അതിൽ നിന്ന് പോകണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. നമ്മൾ ചത്തിരത്തിൽ അവർ വരത്തുള്ളൂ. സംഭവം നമ്മൾ ഇതിപ്പോൾ വിഴിഞ്ഞത്ത് ഇപ്പോൾ സംഭവമല്ലോ, വിഴിഞ്ഞ സംഭവം. വിഴിഞ്ഞത്ത് ഈ പൂന്തറ അതിനെ മറന്നു നടന്ന പോസ്റ്റ് കളക്ട് ചെയ്തവർ ഈ പൊളിയോ മുതല പൊളിയൊക്കെ ഇതൊക്കെ ഏറ്റവും പ്രശ്നം തന്നെ. ഈ മാലിന്യങ്ങളോ ഇതാണ് നമ്മൾ കാണുന്ന മാലിന്യങ്ങൾ ഒരു ഇതില്ലത്. ഇപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞറിവോ മുതലപ്പള്ളി പറഞ്ഞു ഇപ്പം മരണപ്പള്ളിയാണെന്ന് പറയുന്നത് അവർ എല്ലാവരും പറയുന്നത് ഞാൻ അത്രയ്ക്ക് ഇതാണ് ഇപ്പം. ഞങ്ങൾ ചത്താലല്ലേ ഇവരൊക്കെ വരൂ എന്ന് ചോദിക്കുന്ന ജനങ്ങളാണെന്നേ. ആ തീരദേശത്തെ മനുഷ്യരെ കൊല്ലാൻ ഭരണകൂടവും കോർപ്പറേറ്റുകളും ഒരുക്കിയ കൊലക്കളത്തിന്റെ ഒരു പുതിയ തെളിവ് കൂടിയുണ്ട് പറഞ്ഞു പോകാൻ. ഔദ്യോഗിക കണക്ക് പ്രകാരം മുതലപ്പൊഴിയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ 70-ലേറെ മനുഷ്യർ വള്ളം മറിഞ്ഞു കൊല്ലപ്പെട്ടു. പക്ഷേ യഥാർത്ഥ മരണസംഖ്യ 100 കടന്നു. 700-ലധികം അപകടമുണ്ടായി. 700-ലേറെ മനുഷ്യർക്ക് ഗുരുതരമായ പരിക്കുണ്ടായി. അപ്പോൾ ഈ അഴിമുഖം എങ്ങനെ ഒരു കശാപ്പ് ശാലയായി മാറി? അതിനുണ്ട് ഉത്തരം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി അദാനി പോർട്സിന് വൻകിട ലോജിസ്റ്റിക് സൗകര്യമൊരുക്കാൻ മുതലപ്പൊഴിയെ വിട്ടുകൊടുത്ത സർക്കാരുകളുടെ ക്രിമിനൽ അനാസ്ഥയാണത്. 2018-ലെ ധാരണാപത്ര പ്രകാരം വിഴിഞ്ഞത്തെ പുലിമുട്ട് നിർമ്മാണത്തിന് പാറകൾ എത്തിക്കാനായി അദാനിക്ക് മുതലപ്പൊഴിയിലെ തെക്കൻ പുലിമുട്ട് പൊളിക്കാനും സൗജന്യമായി ഭൂമി ഉപയോഗിക്കാനും അനുമതി നൽകി. പകരം അദാനി ചെയ്യേണ്ടിയിരുന്ന കരാർ എന്തായിരുന്നു? മുതലപ്പൊഴിയിലെ ബോട്ടുചാൽ 5 മീറ്റർ ആഴത്തിൽ കൃത്യമായി ഡ്രഡ്ജ് ചെയ്ത് മണലും വൻപാറകളും നീക്കം ചെയ്യണമായിരുന്നു. എന്നാൽ 2021 ശേഷം അദാനി ആ ഡ്രഡ്ജിംഗ് പൂർണ്ണമായി നിർത്തിവെച്ചു. ഈ ഡ്രഡ്ജിംഗ് നിലച്ചതോടെ അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടു. അദാനിയുടെ കരാറുകാർ പുലിമുട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഭീമൻ ടെട്രോപോഡും കല്ലുകളും ബോട്ടുചാലിൽ വന്നടിയുകയും ചെയ്തു. അങ്ങനെ അദാനി സ്വന്തം കോർപ്പറേറ്റ് ലാഭത്തിന് വേണ്ടി ഡ്രഡ്ജിംഗ് നിർത്തി നിലം പൊത്തിച്ച 5 മീറ്റർ ആഴം ഇന്ന് 70-ലേറെ മനുഷ്യരുടെ ജീവനെടുക്കുമ്പോൾ ആരാണ് കുറ്റവാളി? 2023-ൽ സംസ്ഥാനത്തെ 3 മന്ത്രിമാർ പങ്കെടുത്ത അദാനിയോട് ഡ്രഡ്ജ് പുനരാരംഭിക്കാൻ ഉത്തരവിട്ടിട്ടും തങ്ങളുടെ അനുയോജ്യമല്ലാത്ത ക്രെയിന് കൊണ്ടുവന്ന് സമയമെടുത്ത് നാടകം കളിച്ചു അദാനി ഗ്രൂപ്പ്. ഒടുവിൽ 2024-ൽ തങ്ങളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഒരു ജനതയെ മരണത്തിന് വിട്ടുകൊടുത്ത് അദാനി അവിടുന്ന് കൈ കഴുകി സ്ഥലം വിട്ടു. കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് CWPRS റിപ്പോർട്ട് കൊടുത്തു. 11 കോടിയുടെ ഹാർബർ വികസനം പ്രഖ്യാപിച്ചു. ഒറ്റപ്പണിയും നടന്നില്ല. മാറി മാറി വരുന്ന സർക്കാരും ഫിഷറീസ് വകുപ്പും എന്തിനാണെന്നേ ഒരു കോർപ്പറേറ്റ് ഭീമന്റെ കരാർ ലംഘനങ്ങൾക്കും ക്രൂരതയ്ക്കും ഇങ്ങനെ കവചമൊരുക്കുന്നത്? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്തം വീണ മണ്ണിൽ കോർപ്പറേറ്റ് വികസനം നടത്തുന്ന ഈ ഭരണകൂട ഭീകരതയെ ജനങ്ങൾ അങ്ങ് കേറി കൈവയ്ക്കുന്ന കാലം അതിവിദൂരമായിരിക്കില്ല എന്നേ പറയാൻ. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കാണാതായ ആ മനുഷ്യന്റെ ആ പാവപ്പെട്ട വീട്ടുകാർ ആ കണ്ണീരുമായി കഴിയുമ്പോൾ ഈ ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള ഷിബു ബേബി ജോൺ ആ മണ്ഡലത്തിന്റെ MLA നാളിതുവരെ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ഇന്നലെ ഒരമ്മ കോസ്റ്റൽ പോലീസിന്റെ ആ സ്റ്റേഷന്റെ മുമ്പിൽ ഇരുന്ന് എന്റെ മകൻ എവിടെയെന്ന് ചോദിച്ച് കരഞ്ഞപ്പോൾ ഈ മന്ത്രി ഈ ജില്ലയിലെ മറ്റ് 2 മന്ത്രിമാർ എവിടെയാണ്? നിങ്ങളുടെ ഈ കളക്ടറേറ്റിന്റെ നിങ്ങളുടെ ഓഫീസിന്റെ തൊട്ട് താഴെ വന്നിരിക്കാൻ DYFIക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ഇവിടെ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും ഈ ജില്ലയിലെ മന്ത്രിമാരുമെല്ലാം തെരുവിൽ സഞ്ചരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി അതിശക്തമായ സമരവുമായി DYFI മുന്നോട്ട് പോകും. ഏതായാലും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പാവപ്പെട്ടന്റെ ശവക്കുഴിക്ക് മുകളിൽ കൊട്ടാരം പണിയുന്നതല്ല വികസനമെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും അടിയന്തരമായി മനസ്സിലാക്കിയേ പറ്റൂ. കടലിൽ പോകുന്ന ഓരോ മനുഷ്യനും ഈ നാടിന്റെ കൂടി പൗരനാണ്. അപകടത്തിൽപ്പെടുന്നവനെ തെരഞ്ഞു പിടിച്ച് കരക്കെത്തിക്കേണ്ടത് സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ലെന്നേ ഇവിടുത്തെ ഭരണഘടന ഉറപ്പു കൊടുക്കുന്ന പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഇനി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാതെ എങ്ങനെയാണ് നിർത്തിപ്പോകാൻ കഴിയുക? മുതലപ്പൊഴിയിലും നീണ്ടകരയിലും ദുരന്തമുണ്ടായുടൻ സാറ്റലൈറ്റ് സംവിധാനവും ഹെലികോപ്റ്ററും ഡ്രോൺ ഉപയോഗിച്ച് എന്തുകൊണ്ട് അടിയന്തര തെരച്ചിൽ നടത്തിയില്ല? എന്തുകൊണ്ട് വൈകി? വഴിയില്ലെന്നാണോ അതോ പാവപ്പെട്ടവന്റെ ജീവന് നിങ്ങളുടെ ഒന്നും കണ്ണിൽ വിലയില്ലെന്നാണോ? ഭർത്താവിനെയും മകനെയും കാണാതെ പെരുമഴയത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി കുത്തിയിരിക്കുന്ന സ്റ്റിജിയെയും രേഷ്മയും പോലുള്ള അമ്മമാരെയും പെങ്ങന്മാരെയും ആക്ഷേപിക്കാൻ എന്തവകാശമാണുള്ളത്?
കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 70-ലധികം ജീവനെടുത്തുപോയ മുതലപ്പൊഴിയിലെ പുലിമുട്ട് പുനർനിർമ്മിക്കാനും അദാനിയുടെ കരാലംഘനങ്ങൾക്കെതിരെ നടപടിയെടുത്ത് കൃത്യമായ ഡ്രഡ്ജിംഗ് ഉറപ്പാക്കാനും ഗവൺമെന്റ് മടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? Big TV, without fear or favor.